എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ കാണുന്ന നിങ്ങളിൽ പലരും എന്തെങ്കിലുമൊക്കെ ആത്മീയ പരിശീലനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശീലനങ്ങളിലൂടെ തങ്ങൾക്ക് എത്രത്തോളം ആത്മീയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ മിക്കവർക്കും ആഗ്രഹമുണ്ടാകും. സത്യത്തിൽ ആത്മീയ പുരോഗതിക്ക് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇല്ല. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുശീലം നിർത്താൻ സാധിച്ചാൽ പോലും അത് ആത്മീയ പുരോഗതിയുടെ ഭാഗമായി നമുക്ക് കണക്കാക്കാം. നിങ്ങൾ കാലങ്ങളായി യോഗ ചെയ്യുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, പോസിറ്റീവ് തിങ്കിങ് നടത്തുന്നു, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനം ചെയ്യുന്നു. എന്ത് പുരോഗതിയാണ് ഇത്രയും കാലം കൊണ്ട് ഉണ്ടായത് എന്ന് അറിയണ്ടേ? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന 7 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മതിയായ ഉത്തരമുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ടാണ്, പുരോഗതിയിലേക്കാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം: നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ഓർമ്മിക്കുക, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഒരു മനുഷ്യനെ ആരോഗ്യവാനും സമ്പന്നനും ജ്ഞാനിയുമാക്കി മാറ്റുന്നു. ആത്മീയ പുരോഗതി ലക്ഷ്യം വെക്കുന്നവർ രാവിലെ 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് ജപവും ധ്യാനവും പരിശീലിക്കണം. ഈ കാലയളവിൽ അധ്വാനം കൂടാതെ മനസ്സിന്റെ ധ്യാനാവസ്ഥ സ്വയം കൈവരും. ഓരോ വ്യക്തിക്കും ചുരുങ്ങിയത് 6 മണിക്കൂർ ഉറക്കം മതിയാകും. അമിതമായ ഉറക്കം ഒരു മനുഷ്യനെ മന്ദബുദ്ധിയും അലസനുമാക്കി തീർക്കുന്നു. അമിതമായ ഉറക്കം അകാല നശീകരണത്തിന് കാരണമാകുകയും ശരീരത്തിൻ്റെയും തലച്ചോറിൻ്റെയും ശക്തിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ജീവിതത്തിനുള്ള പ്രകൃതിയുടെ ടോണിക്കാണ് മതിയായ ഉറക്കം. ഒരാൾക്ക് എത്രത്തോളം നല്ല ഉറക്കം ലഭിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തി ഉന്മേഷവാനായിരിക്കും. പുരുഷന് 6 മണിക്കൂറും സ്ത്രീക്ക് 7 മണിക്കൂറും മതിയായ ഉറക്കം ആവശ്യമാണ്. അതുകൊണ്ട് വൈകി ഉറങ്ങാൻ പോകുന്ന ശീലം ഒഴിവാക്കുക. ഉറക്കം വരാൻ മരുന്നുകൾ കഴിക്കരുത്. ഉറക്കം വരുന്നില്ലെങ്കിൽ 15 മിനിറ്റ് തുറസായ സ്ഥലത്ത് വേഗത്തിൽ നടക്കുക. നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങളാണ് വികസിപ്പിക്കാൻ സാധിച്ചത്? അതുപോലെ തന്നെ ഏതൊക്കെ മോശം ഗുണങ്ങളാണ് അല്ലെങ്കിൽ ദുശീലങ്ങളാണ് നിങ്ങൾക്ക് ഇല്ലാതാക്കാനും സാധിച്ചത്? നിങ്ങൾക്ക് കുറവുള്ളതായി തോന്നുന്ന ഗുണങ്ങളെ വികസിപ്പിക്കുക. ധൈര്യം, കരുണ, സാർവത്രിക സ്നേഹം, കുലീനത, ക്ഷമ, സംതൃപ്തി, തുറന്നു പറച്ചിൽ, സത്യസന്ധത എന്നിവ ഓരോന്നായി വളർത്തിയെടുക്കണം. ഓരോ മാസവും ഓരോ ഗുണങ്ങളെ എടുത്ത് ആ ഗുണങ്ങളെ പതിവായി ധ്യാനിക്കുക. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ ആ ഗുണം പ്രകടിപ്പിക്കും. ഓർമ്മിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുണം വികസിപ്പിച്ചെടുത്താൽ മറ്റെല്ലാ ഗുണങ്ങളും നിങ്ങളോട് പറ്റി നിൽക്കും. നിങ്ങൾക്ക് വിനയവും ധൈര്യവും ഉണ്ടെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളിൽ വന്നു ചേരും. സദ്ഗുണങ്ങളുടെ വികാസത്തിനായി നിങ്ങൾ ദിവസവും കുറച്ച് സമയം ചെലവഴിക്കണം. അതുപോലെ തന്നെ സദ്ഗുണങ്ങളുടെ വികാസം കൊണ്ട് തന്നെ നിഷേധാത്മക ഗുണങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കും. എന്നാൽ ദുഷിച്ച ഗുണങ്ങളുടെ ഉന്മൂലനത്തിലും നല്ല ശ്രമം നടത്തുന്നതാണ് നല്ലത്. നിങ്ങൾ കാമമോ ക്രോധമോ അഹംഭാവമോ ഇല്ലാതെയാക്കാൻ പരിശീലിക്കുകയാണെങ്കിൽ മറ്റെല്ലാ ദുഷിച്ച ഗുണങ്ങളും സ്വയം അപ്രത്യക്ഷമാകും. എല്ലാ ദുഷിച്ച ഗുണങ്ങളും അഹംഭാവത്തിന്റെ സേവകരാണ്. എല്ലാ ദുഷ്പ്രവണതകളും ഉദ്ഭവിക്കുന്നത് കോപത്തിൽ നിന്നാണ്. മൂന്നാമത്തെ ചോദ്യം: ദിവസവും നിങ്ങൾ എത്ര മണിക്കൂർ മൗനത്തിൽ വിശ്രമിച്ചു? അലസമായ സംസാരത്തിലൂടെയും ചിന്തകളിലൂടെയും നമ്മളുടെ ജീവശക്തി പാഴായി പോകുന്നു. മൗന പരിശീലനം നിങ്ങളുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കും. സത്യം പാലിക്കുന്നതിനും കോപം നിയന്ത്രിക്കുന്നതിനും ഇത് വലിയ സഹായമാണ്. വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു, ക്ഷോഭവും കോപവും അപ്രത്യക്ഷമാകുന്നു. ദിവസവും 1 മണിക്കൂറെങ്കിലും മൗനത്തെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ മൗനമായി ഇരിക്കുക. മൗന സമയത്ത് ലൗകിക ചിന്തകൾക്ക് പകരം ഉദാത്തമായ ആത്മീയ ചിന്തകൾ ഉണ്ടായിരിക്കണം. നാലാമത്തെ ചോദ്യം: നിസ്വാർത്ഥമായി, അതായത് ലാഭേച്ഛയില്ലാതെ എത്രത്തോളം നിങ്ങൾ സേവനം ചെയ്തു? നിഷ്കാമമായ സേവനം അല്ലെങ്കിൽ കർമ്മയോഗ അഭ്യാസം പാപങ്ങളെയും മനസ്സിലെ മാലിന്യങ്ങളെയും നശിപ്പിക്കുകയും ചിത്തശുദ്ധി അഥവാ അന്ധകരണ ശുദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നവയാണ്. ശുദ്ധമായ മനസ്സിൽ മാത്രമേ ആത്മജ്ഞാനം ഉദിക്കുകയുള്ളൂ. ആസക്തിയോ അഹംഭാവമോ ഇല്ലാതെ മറ്റ് ജീവജാലങ്ങളെ സേവിക്കുക എന്നതാണ് പ്രധാന കാര്യം.
ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഊർജ്ജസ്വലമായി മറ്റുള്ളവർക്ക് സേവനം നൽകുക. നിഷ്കാമ കർമ്മത്തിന്റെ ചൈതന്യം നിങ്ങളിലുണ്ടാകും. നിങ്ങളുടെ ഹൃദയചക്രം വികസിക്കും. നിങ്ങൾ ഐക്യവും ഏകത്വവും തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ ഉദാരമതികളായിത്തീരും. നിങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും സ്ഥിരമായി ദാനം ചെയ്യുക. പുണ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനമാണ് ആത്മീയ ജീവിതത്തിന്റെ ആരംഭം. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾ എത്രത്തോളം ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട്? മനസ്സിന്റെയോ ഇച്ഛയുടെയോ ഓർമ്മയുടെയോ വികാസം പോലെ തന്നെ പ്രധാനമാണ് ശാരീരിക വികാസവും. ശരീരത്തെ ശക്തവും ആരോഗ്യകരവും ഊർജ്ജസ്വലവും സജീവവുമായി നിലനിർത്തിയില്ലെങ്കിൽ ഒരു ആത്മീയ സംസ്കാരവും സാധ്യമല്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ശരീര സംരക്ഷണത്തിനായി ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക വ്യായാമങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, കോപത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതോ പരാജയപ്പെട്ടോ? കോപം സമാധാനത്തിന്റെ ശത്രുവാണ്. അത് കാമത്തിന്റെ മറ്റൊരു രൂപവുമാണ്. ആഗ്രഹം സഫലമാവാതെ വരുമ്പോൾ മനുഷ്യൻ കോപിക്കുന്നു. കോപിക്കുമ്പോൾ മനുഷ്യന്റെ ഓർമ്മയും ധാരണയും നഷ്ടപ്പെടുന്നു. ക്ഷമ, സ്നേഹം, അഹംഭാവം എന്നിവയാൽ കോപത്തെ നിയന്ത്രിക്കാൻ ശീലിക്കേണ്ടതാണ്. കോപം വരുമ്പോൾ അല്പം വെള്ളം കുടിക്കുക. ഇത് തലച്ചോറിനെ തണുപ്പിക്കുകയും ഞരമ്പുകളെ ശാന്തമാക്കുകയും ചെയ്യും. ഓം ശാന്തി എന്ന മന്ത്രം പലതവണ ആവർത്തിക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ തന്നെ ആ സ്ഥലം വിട്ട് മാറി നിൽക്കുക. കോപത്തെയും മറ്റ് പ്രതിബന്ധങ്ങളെയും നശിപ്പിക്കാൻ ധ്യാനം അപാരമായ ശക്തി നൽകുന്നതാണ്. അടുത്ത ചോദ്യം, നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കള്ളങ്ങൾ പറയേണ്ടി വരുന്നുണ്ട്? അതിനെന്ത് പരിഹാരമാണ് കൈക്കൊണ്ടത്? എല്ലാ ആത്മീയ പാതകളിലും സത്യം പറയുന്നതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായ ഒരു മനുഷ്യൻ ആകുലതകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനാണ്. ശാന്തമായ മനസ്സാണ്. അവൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നു. യോഗശാസ്ത്രം പറയുന്നത് 12 വർഷം സത്യം പറയുന്നത് ശീലമാക്കിയാൽ ആ വ്യക്തിക്ക് വാക്സിദ്ധി ലഭ്യമാകുന്നു. അതായത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ സത്യമാവാൻ തുടങ്ങും എന്ന് പറയപ്പെടുന്നു. നിത്യജീവിതത്തിൽ നുണ പറയേണ്ട സാഹചര്യങ്ങളെ എത്ര കണ്ട് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. അടുത്തത്, ഏത് ഇന്ദ്രിയങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്? അവയെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ശ്രമം വിജയിച്ചുവോ? ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ദ്രിയങ്ങൾ പ്രക്ഷുബ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടാകില്ല. ഓരോ ഇന്ദ്രിയവും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ഉപവാസം, മൗനം, ത്രാടകം, ബ്രഹ്മചര്യം എന്നിങ്ങനെ പല മാർഗങ്ങളിലൂടെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നത് മനസ്സിനെ തടയുക എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ നേരിട്ടുള്ള സഹായമില്ലാതെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരു സ്വതന്ത്ര ജോലിയും ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ബ്രഹ്മചര്യം ലൈംഗിക അവയവങ്ങളെയും ലൈംഗിക ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നു. മൗനം ശീലിക്കുന്നത് നാക്കിനെയും സംസാരത്തെയും വരുതിയിൽ കൊണ്ടുവരും. ത്രാടകം പോലുള്ളവ പരിശീലിക്കുന്നത് കണ്ണുകളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നേടുന്നത് ആത്മീയ പുരോഗതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.